കാര്യങ്ങളെല്ലാം വളരെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. അല്ല അണ്ണാ, ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്ന് വരെ സംഭവം കൊളാക്കിയിട്ടില്ല. അഖിലണ്ണ, ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അഖിലണ്ണ, എന്തുള്ള പേരാണത്? ഹലോ അഖിലണ്ണ, ഹലോ അഖിലണ്ണ, ഹലോ അഖിലണ്ണ, എന്താ അണ്ണ ഇപ്പൊ എവിടെ നിക്കുന്നത്? അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. എത്ര ഇടി വെട്ടണു അതിലൊരെണ്ണം. ആരാണ് ആളാരാ? അണ്ണ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് കാണണോ? എനിക്ക് ഇപ്പൊ കാണണോ? അയ്യോ, ഇപ്പൊ കാണണോന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് വന്ന് പ്രത്യക്ഷപ്പെടാൻ ഞാൻ പരമശിവനല്ല. ഈ ആളാരാ പറയടി? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ നീ എന്നെ കൈവിടരുത്. അഖിലണ്ണന് വേണ്ടിയിട്ട് ഞാനൊരു കവിത എഴുതി. വേണമെങ്കിൽ കുറിച്ചുള്ള കവിത ഒന്ന് ചൊല്ലാം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കാൻ. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, ഈ പെണ്ണ് വലിയ തല്ലിയല്ലേ. ആൺപിള്ളേരെ നെഞ്ചത്ത് തരില്ല കേട്ടാ. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. പിന്നെ കവിതയുടെ മട്ടുമാറി. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. ഹലോ അഖിലെ, പവിത്ര എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടോ? അപ്പൊ പവിത്ര പറഞ്ഞിട്ട് വെറുതെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു കാര്യം പറയട്ടെ, ആ കവിത ഒന്നുകൂടെ പാടിക്കോട്ടെ? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഒന്ന് പൊട്ടിക്കാൻ പാടേ. അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ.